देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। നാരദ ഈ സൂത്രങ്ങൾ സൂത്രം അഥാദോ ഭക്തിം വ്യാഖ്യാസ്യാമഹ തുടങ്ങി താസ്വസ്മിൻ പരമപ്രേമരൂപ അമൃതസ്വരൂപാച്ച യല്ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി യത് പ്രാപ്യ ന കിഞ്ചിത് കാഞ്ചതി ന ശോചതി ന ദ്വേഷ്ടി ന രമതേ നോത്സാഹി ഭവതി. 6 യജ്ഞാത്വാ മക്തോ ഭവതി സ്തബ്ധോ ഭവതി ആത്മാരാമോ ഭവതി സാ ന കാമയമാന നിരോധരൂപത്വാത്. ഓരോന്നും ഒന്നിൻ്റെ തുടർച്ച എന്നോണമാണ്. യാതൊന്നറിഞ്ഞിട്ട് ഒരാൾ മക്തനെ പോലെ ആകുന്നുവോ സ്തബ്ധനെ പോലെ ആകുന്നുവോ ആത്മാരാമനായി ഭവിക്കുന്നുവോ അങ്ങനെയുള്ള മനുഷ്യൻ ആത്മാരാമനായി തീരുന്നുവോ ആത്മാവിൽ രമിക്കുന്നുവോ ഇന്ദ്രിയാരാമനാകുന്നില്ലയോ? എന്താ ലക്ഷണം? ഇന്ദ്രിയങ്ങളിൽ രമിക്കുക. ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നതിന് നേരെ വിപരീതം. അപ്പോൾ ഒരാളുടെ പ്രവൃത്തി, അയാളുടെ ചിന്തകൾ കാമ്യകർമ്മങ്ങൾക്ക് പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അയാൾ ഭക്തിയും ഒന്നിച്ചിരിക്കില്ല എന്ന് മനസ്സിലാക്കണം. ഇത് പുറമേയുള്ള ഒരാളെ വിലയിരുത്താനല്ല, സ്വയം അനുസന്ധാനം ചെയ്യാനാണ്. മറ്റുള്ളവരോട് ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവനവന് വിലയിരുത്താം. ഞാൻ ഭക്തിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനിലേക്ക്, ആ ഏകാഗ്രതമമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മുന്നേറുന്നുണ്ടോ? മുന്നേറുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? വിപരീതമായവയെല്ലാം അതിൽ കുറവുണ്ടാവും. അല്ല, അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ വേലിയേറ്റം ഉള്ളിലുണ്ടെങ്കിൽ ഉറപ്പാണ് കൂടുതൽ കൂടുതൽ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് സ്വാനുഭവ തലത്തിൽ ഭക്തിയെ വിലയിരുത്തുന്നത്. അങ്ങനെ ക്രമികമായി ഉദ്ദേശശുദ്ധിയോടൊത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഉദ്ദേശശുദ്ധിയോടുകൂടി ഭക്തിയുടെ പരം താല്പര്യം മോക്ഷമാണ്. ഭക്തിയായാലും ഭക്തിയോഗമായാലും കർമ്മയോഗമായാലും ജ്ഞാനയോഗമായാലും ഇനി വേണമെങ്കിൽ യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം എന്ന അഷ്ടാംഗയോഗമായാലും ഇതെല്ലാം ലക്ഷ്യം ബോധത്തോടുകൂടി മാർഗത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാളുടെ പരിശ്രമം വിജയിക്കാൻ വിചാരം ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ജന്മലക്ഷ്യത്തെക്കുറിച്ച് ബോധവാനായ ഒരു വ്യക്തി, എന്നാൽ മാർഗത്തിൽ അതിന് കഴിയുന്നുമില്ല. ഇന്ദ്രിയങ്ങൾ പലതിലേക്ക് പരക്കാൻ പാടില്ല. ഏകാഗ്രമാവേണ്ടതിന് പകരം അനേകാഗ്രങ്ങളിൽ കുരുക്കപ്പെട്ട ഇന്ദ്രിയങ്ങൾ, അനേകാഗ്രങ്ങളിൽ. അപ്പൊ അവിടെ നിന്ന് അതിനെ തിരിച്ചു കൊണ്ടുവരുന്നു. നാമജപമായാലും എവിടെ മനസ്സ് പോകുന്നുവോ അവിടെ നിന്ന് അതിനെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ബിന്ദുവിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവിൽ, അല്ലെങ്കിൽ ഒരു ചിത്രത്തിൽ, അല്ലെങ്കിൽ മൂക്കിൻ തുമ്പിൽ, അല്ലെങ്കിൽ ഭ്രൂമധ്യത്തിൽ, എവിടെയോ ആവട്ടെ അതിനെ നിബന്ധിക്കുന്ന പ്രക്രിയയാണ് നടക്കുന്നത്.
എവിടെ എവിടെ പോകുന്നുവോ അവിടെ അവിടെ നിന്ന് അതിനെ തിരിച്ചു കൊണ്ടുവരുന്നു. അത് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഒരു സാധന, അതിനു വേണ്ടിയാണ് ഈ നാമജപം, ഒരു സഹായ സാധനയാണ്. അതുകൊണ്ടാണ് യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ യജ്ഞമാണ് ജപയജ്ഞം എന്ന് പറയുന്നത് തന്നെ. ബാക്കി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഒരു ഈശ്വരീയമാണ് എന്ന് പറയുന്ന സമയത്ത്, അത് ചെയ്യുന്ന സമയത്ത് അതിൽ വിശ്വാസവും അതിലൊരു ചേർച്ചയും ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അലസമായി മറ്റു പലതും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഈശ്വരീയമായ കാര്യം ചെയ്യുന്നു, അശ്രദ്ധമായി ഒക്കെ. പക്ഷെ അതിൽ ശ്രദ്ധയോടുകൂടി അത് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നവനും ചെയ്യപ്പെടുന്ന പ്രക്രിയയും ആർക്ക് ചെയ്യുന്നുവോ അതും എന്തായിത്തീരും? ആരാണ് ഞാൻ? വിചാരവാനായി. എവിടെ നിന്ന് എനിക്ക് ലഭിച്ചു? എന്താണ് ഈ കൊടുക്കൽ പ്രക്രിയ? അത് സ്വീകരിക്കുന്ന ആളാര്? ക്രമേണ അവിടെ ത്രികുടി നീങ്ങി ധ്യാനനിഷ്ഠനാവും, ധ്യേയാകാരത്തിൽ ഉറക്കും. കൊടുക്കുന്നവനും കൊടുക്കുക എന്നുള്ള പ്രക്രിയയും ലഭിക്കുന്ന വ്യക്തിയും അതും ഒന്നായി തീരുന്നു. ഇത് വേറെയല്ല. ആദ്യമൊക്കെ ഞാൻ കൊടുക്കുന്നു എന്നുള്ള ഭാവം പിന്നെന്തായി? ക്രമേണ ഉദ്ദേശശുദ്ധിയോടുകൂടി ആ ദാന പ്രക്രിയയിൽ നമ്മൾ ഭാഗവാക്കാവുന്ന സമയത്ത് ക്രമികമായി എന്ത് ചെയ്യുന്നു? ക്രമികമായി അയാളെ വിചാരവാനാക്കുന്നു. സാധനാനിഷ്ഠന് എന്തെങ്കിലും ഒന്ന് സാധിപ്പിക്കാൻ ഉള്ളവനാണ് സാധകൻ. സാധകൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് സാധിപ്പിക്കാനുണ്ട് അവിടെ. അതെന്താവും എന്നുള്ളത് വേറെ വിഷയം. ചിലപ്പോൾ വേറെ പലതും സാധിക്കാൻ, ചിലപ്പോൾ ദക്ഷിണ തരപ്പെടുമല്ലോ എന്ന് സാധിക്കാനായിരിക്കും. അങ്ങനെയാവാം. ചിലപ്പോൾ ആളുകളുടെ ഇടയിൽ പേരും പ്രശസ്തിയും നേടാമെന്നുള്ളതായിരിക്കാം. അയാളും പ്രയത്നം ചെയ്യുന്നുണ്ട്, അയാളിലും ഇച്ഛാശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്. പക്ഷെ ഇവിടെ മറ്റൊന്നുള്ളത് ലക്ഷ്യബോധം. എന്താണ് ജന്മലക്ഷ്യം? ഇതിനെ ആചാരിൽ നിന്ന് ആഗമത്തിൽ നിന്നൊക്കെ കേട്ട് അറിഞ്ഞിട്ടുണ്ട്. ആ കേട്ടറിഞ്ഞ വ്യക്തിയാണ്. അപ്പൊ ലക്ഷ്യബോധം ബുദ്ധിതലത്തിലുണ്ട്. പക്ഷേ തൻ്റെ ഇന്ദ്രിയങ്ങൾ അച്ചടക്കമില്ലായ്മ കൊണ്ട് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. സ്വാമിയല്ല. സ്വാമി എന്ന് പറഞ്ഞാൽ അല്ലേ, ഇനിയിപ്പോ സ്വാമിമാരുടെ കാലമാണ്. സ്വാമി എന്ന് പറഞ്ഞാൽ യജമാനൻ, സ്വാമി എന്ന് പറഞ്ഞാൽ പകുതി. സ്വാമി എന്ന് പറഞ്ഞാൽ പകുതി, സ്വാമി എന്ന് പറഞ്ഞാൽ യജമാനൻ. ആരുടെ യജമാനൻ? ഞാൻ സ്വാമിയാണ്, കുറെ ആളുകളുടെ യജമാനനാണ്, എന്നെ അറിയില്ലേ, ഞാനാണ് വലിയ സ്വാമി. അങ്ങനെയല്ല. ഇന്ദ്രിയ സമൂഹത്തിന്റെ സ്വാമി. കണ്ണിന്റെ, കാതിന്റെ, നാക്കിന്റെ, മൂക്കിന്റെ, ത്വക്കിന്റെ, വാക്ക്, പാണി, പാദം, വായു, വസ്ത്രം പ്ലസ് മനസ്സ്, വേണമെങ്കിൽ ബുദ്ധി എന്നും പറയാം. സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും നിയന്ത്രിച്ചത്. സൂക്ഷ്മ ശരീരം 17 തത്വങ്ങളാണ്. അതാണ് ഈ പറഞ്ഞത്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണൻ, മനസ്സ്, ബുദ്ധി, അതടക്കുമ്പോൾ 17 പടികളായില്ലേ. കാരണ ശരീരടക്കം 18 പടികൾ അല്ലെ, 18 തത്വസോപാനങ്ങൾ. വ്രതം കൊണ്ട് സ്ഥൂല ശരീരത്തെ അതിക്രമിച്ച ഒരു വ്യക്തി തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങുന്നു അല്ലേ. സൂക്ഷ്മ ശരീരത്തെ യാത്ര കൊണ്ട് അതിക്രമിക്കുന്നു, 17 തത്വങ്ങളെ കയറുന്നു. അത് 17 പടികളാണ് ഈ പറഞ്ഞത്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണൻ, മനസ്സ്, ബുദ്ധി, 17 പടികൾ. 18ാം പടി എന്ന് പറയുന്നത് കാരണ ശരീരം. അങ്ങനെ തനുത്രയത്തെ അതിക്രമിച്ചു. തനുത്രയം നമുക്കൊക്കെ 3 ശരീരമുണ്ട്, നമ്മൾ പഠിച്ചല്ലോ. ഒന്നല്ല. ഈ 18 തത്വസോപാനങ്ങളെ 1, 2, 10 ദിവസങ്ങളെ കൊണ്ട് അതിക്രമിക്കാൻ കഴിയില്ല. വൈദ്യര് 41 ദിവസം ഒരു മണ്ഡലകാലം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് മണ്ഡലകാലം തന്നെ വേണം അല്ലേ. അത് സ്ഥൂല ശരീരത്തിനായാലും സൂക്ഷ്മ ശരീരത്തിനായാലും അല്ലേ, ആ മരുന്ന് ഒരു അളവ് വെച്ചിട്ടുണ്ട്, ഒരു അവധി വെച്ചിട്ടുണ്ട്. ആ അവധിയാണ് ഒരു മണ്ഡലകാലം.
എല്ലാവർക്കും വേണമെന്ന് വെച്ചാൽ ഇന്ദ്രിയ സമൂഹത്തെ ഒരു പരിധി വരെ നിയന്ത്രിച്ച ഒരു വ്യക്തിക്ക്, അതായത് രുചിയുടെ പിന്നാലെ ജിഹ്വ, രസന ഇതിനെയൊക്കെ നിയന്ത്രിച്ച ആള്, അല്ലെങ്കിൽ കർമ്മേന്ദ്രിയ, ഉപസ്ഥേന്ദ്രിയം ഇതൊക്കെ നിയന്ത്രിച്ച ഈ രണ്ട് ഇരട്ടി പ്രവർത്തികളുള്ള ഇന്ദ്രിയങ്ങളെ കീഴടക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് 41 ദിവസം വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവായ ഒരു സമൂഹത്തിനോട് പറയുമ്പോൾ അതേ പറയാൻ പറ്റൂ. മനസ്സിലായില്ലേ? പൊതുവായ ഒരു സമൂഹത്തിനോട് ഇത് പറയുന്ന സമയത്ത് 41 ഒരു മണ്ഡലകാലമെങ്കിലും എന്നേ പറയാൻ പറ്റും. അത് തൊട്ട് 60 ദിവസം വരെ. അതാണല്ലോ വൃശ്ചികമാസം 1-ാം തീയതി മുതൽ അല്ലേ മകരസംക്രമം വരെയുള്ള ആ ബ്രാഹ്മയാമം അല്ലേ. ഇവിടെ ഭക്തിസൂത്രം എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഭക്തിയൊക്കെ അതാത് കാലത്ത് വരുന്ന മാറി മാറി വരുന്ന ഭക്തിയൊക്കെ നമുക്ക് ചിന്തിക്കണ്ടേ. അപ്പൊ അവിടെ അയാളെയും വിളിക്കുന്നത് സ്വാമി എന്നാണ്. എന്തുകൊണ്ട്? ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അയാളെ വിളിക്കാം, തെറ്റൊന്നുമല്ല. ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അയാളെയും വിളിക്കാം. കാരണം ഇവിടുന്ന് ഒരാള് കാശിക്ക് പോകാന്ന് പറഞ്ഞു പോയി, 2 ദിവസമായിട്ടുള്ളൂ പോയിട്ട്, പക്ഷെ അയാളവിടെ പോയി അയാൾ കാശി പോയി എന്ന് പറയുന്നത് പോലെ അയാൾ കാശി പോയി എന്നേ ഉള്ളൂ, എത്തുന്ന ഉറപ്പില്ല, അധികം ദൂരം പോയിട്ട് പോലും ഇല്ല. എന്നാലും അയാളെ നമ്മൾ എന്ത് പറയും? അയാൾ കാശി പോയി എന്ന് പറയും. ഇതുപോലെ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി അയാൾ ഏതൊരു ഭക്തിയുടെ മാർഗത്തിൽ, അത് ചിലപ്പോ നമ്മൾ സീസണൽ ഭക്തി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതുപോലും ചിലപ്പോ ഉദ്ദേശശുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ച് നാളെ അല്ലെങ്കിൽ ഭാവി നന്നാവാൻ ഇടവരുത്തിയേക്കാം. അത് നമുക്ക് പുറമെന്ന് നോക്കിയാൽ അറിയില്ല. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സ്വയം ലക്ഷ്യബോധത്തോടുകൂടി മാർഗത്തിൽ, ഏത് മാർഗത്തിലോ ആവട്ടെ, ഏതോ ആവട്ടെ, ഈ ഏകാദശിയാണെങ്കിൽ ആയിക്കോട്ടെ, ഏകാദശി ഗുരുവായൂർ ഏകാദശിയൊക്കെ വരാൻ പോകുന്നുണ്ട്. ഏകാദശ്യായാം ഭോജനദ്വയം കർത്തവ്യം ദിനേ ഹരികീർത്തനം രാത്രോ ജാഗരിതം ച. ഏകാദശിക്ക് അല്ലയോ ജനങ്ങളെ ദ്വയം കർത്തവ്യം, 2 കർത്തവ്യങ്ങളുണ്ട്. ദിനേ ഹരികീർത്തനം, പകൽ ഹരികീർത്തനം, രാത്രൗ ജാഗരിതം ച, രാത്രിയിൽ ഉറക്കമൊഴിക്കലും. ആദ്യം പറഞ്ഞ് ചെയ്ത് ഉറക്കമൊഴിക്കലും, അല്ലാതെ സിനിമ കണ്ട് ഉറക്കമൊഴിക്കലല്ല. തമാശയും പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ഉറക്കമൊഴിക്കലല്ല. ഉറക്കമൊഴിക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞത് ചെയ്തിട്ട് ഉറക്കമൊഴിക്കും. അതറ്റ എന്ന് പറയും. അപ്പോൾ ഹരികീർത്തനം, ഈശ്വരനാമങ്ങളെ ചൊല്ലുകയും മറ്റ് വ്യവഹാരങ്ങളൊന്നും ഏർപ്പെടാതെയും ഒരാൾ കഴിക്കുന്നു. അവിടെ അതിനെ മലയാളത്തിൽ വ്യാഖ്യാനിച്ചാൽ എന്താവും? ഇരട്ടി ഭക്ഷണം കഴിക്കാമെന്നാണ്. കൂട്ടി വായിച്ചു. ഏത്? ഭോജനദ്വയം എന്ന് കൂട്ടി വായിച്ചാൽ ഇരട്ടി ഭക്ഷണം കഴിക്കാൻ അർത്ഥം കൊടുക്കാം. അതാണ് ഇന്നിപ്പോ പലരും ചെയ്യണത്. അങ്ങനെയല്ലേ? പിൽക്കാലത്ത് അങ്ങനെ ആയതാണോ അറിയില്ല. കാരണം ഈ അദ്വരെ പശു ഹിംസ്യാത്, യജ്ഞത്തിൽ പശുവെ കൊല്ലു എന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ ചെയ്യണത്? അങ്ങനെ ചെയ്തില്ലേ ഇടക്കാലത്ത്? അതിന്റെ പരിണതഫലമായിട്ടല്ലേ ഹോമധൂപങ്ങൾ ഉയരേണ്ട യജ്ഞസ്ഥലികളിൽ നിന്ന് ദീനരോധനങ്ങൾ മുഴങ്ങാൻ കാരണം? അല്ലേ? നരബലി വരെ ആണല്ലോ. അപ്പൊ അതുപോലെ വന്നതായിരിക്കാം ചിലപ്പോൾ ഈ ഏകാദശിയൊക്കെ. ക്ഷേത്രങ്ങളിൽ ഏകാദശിയെ കുറിച്ച് പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ പുഴുക്കടിക്കുക. അതെ, ഇനി വേണ്ട അത്രയൊന്നും ചിന്തിക്കേണ്ട, നിർവചനമൊന്നും ചിന്തിക്കേണ്ട. ഏകാദശേന്ദ്രിയങ്ങളെ ഉൾവലിക്കലാണ് ഏകാദശി എന്ന് മനസ്സിലാക്കിയാൽ. ഏകാദശേന്ദ്രിയങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ പ്ലസ് മനസ്സും ഏകാദശേന്ദ്രിയങ്ങൾ. ഈ ഏകാദശേന്ദ്രിയങ്ങളെ ഉൾവലിക്കുക എന്നുള്ളൊരു സാമാന്യമായ അറിവുണ്ടായാൽ തന്നെ എങ്ങനെ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കാൻ പറ്റും, ഏകാഗ്രമാക്കാൻ പറ്റും? കാരണം സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്ന് വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. പുഴുക്ക് എന്തോ ആവട്ടെ. അപ്പൊ എന്താവും? ഒരു ഭാഗത്ത് നാമം ജപിക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഇത് കഴിഞ്ഞാൽ പുഴുക്കാവും. അതേ സമയത്ത് അത് ഇല്ല. സാധാരണ
ഒരു വിഭവസമൃദ്ധമായ ഒരു സദ്യയൊക്കെ ഊണൊക്കെ കഴിക്കുന്ന ഒരാൾ അന്ന് വീട്ടിൽ കഞ്ഞിയ വെച്ചെന്ന് വെച്ചാലോ, ഇനി ആ കഞ്ഞിയല്ലേ കുടിക്കാറുള്ളത്, അത്ര പോവില്ല എന്ന് പറയാം. അപ്പോഴാണ് വേറൊരു ഉത്തരം, എന്ത്, അല്ല അരിഭക്ഷണം കഴിക്കരുത്, അന്നം കഴിക്കരുത് എന്നാ പറഞ്ഞത്. അത് ഇനി നമ്മളുടെ ഇടയിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്, കാരണം പ്രശ്നവശത്തൊക്കെ കഴിഞ്ഞതല്ലേ. അത്താവ്, അന്നം, ദയി, പ്രാണൻ എന്നൊക്കെ വിശദമായി സ്വാമിജിയുടെ ക്ലാസ് എടുത്തതാണ്. വെള്ളം പോലും അന്നമാണ്, വെള്ളം പോലും അന്നമാണ്. അത്താവ്, അന്നം. അപ്പൊ അത് പറയാൻ നമുക്ക് പറ്റില്ല. ഇനി അഥവാ അങ്ങനെ പറയുകയാണെങ്കിൽ വടക്കേന്ത്യക്കാർക്കൊക്കെ എന്നും ഏകാദശിയാണെന്ന് പറയേണ്ടി വരും. അതെ, കാരണം ചോറിന് 90 രൂപ കൊടുക്കണം ഹിമാലയത്തിൽ. ചോറ് അധികമൊന്നും വാങ്ങി കഴിക്കില്ല. അതെ, കേദാർനാഥിൽ 90 രൂപയായിരുന്നു 2 വർഷം മുമ്പ് ഒരു പ്ലേറ്റ് ചോറ് കിട്ടാൻ. വിശപ്പ് മാറുമില്ല. നല്ല തണുപ്പ് പ്രദേശമാകുമ്പോൾ, ഐസ്മല ആകുമ്പോൾ, അപ്പോൾ അവിടെ എത്ര കഴിച്ചാലും വിശപ്പ് മാറില്ല. അപ്പൊ ചോറ് കേരളക്കാർക്ക് അധികം ചോറ് തന്നെ വേണം ക്ഷീണം മാറണമെങ്കിൽ. അപ്പൊ 90 രൂപ കൊടുക്കേണ്ടി വരും. അതേസമയത്ത് ചപ്പാത്തിക്ക് 1 രൂപ മതി. അതെ, എന്ത് പറഞ്ഞാലും അവർ കൊണ്ടു തരും കേട്ടോ. അപ്പൊ അവിടെ എന്താ, അല്ല നമ്മളെന്താ ആവശ്യപ്പെടുന്നത് തരുമൊക്കെ ചെയ്യും അവരെവിടെന്ന് വെച്ചാൽ കൊണ്ടു തരും. അത് ശരി. അല്ല, എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല. കാരണം വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞോ അത് ഉണ്ടാക്കി തരുന്നുണ്ട് അവർ. പൈസ കൊടുക്കണം. അവിടെ പഹാഡിയാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല തരത്തിലുള്ള ഈ മലമ്പ്രദേശത്തുണ്ടാവുന്ന ആലു, ഉരുളക്കിഴങ്ങ് അതുകൊണ്ട് തരും. റിഫൈനറി ഓയിൽ എന്ന് പറയുന്നത് തരുന്നത് അധികം കടകളിൽ തന്നെയായിരിക്കും. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. ചിലപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. എന്നാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അത്. നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എവിടുന്ന സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞാൽ അവർക്ക് ഏകാദശി എന്നും ഏകാദശി ആയിരിക്കും. ഇനിയിപ്പോൾ സാധാരണ കഴിക്കൽ നിന്ന് ഒന്ന് മാറ്റം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ആചാര്യന്മാർ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏകാദശി നമുക്ക് സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട്. പക്ഷെ വ്യത്യസ്തമാകുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതിന്റെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടുന്നില്ലേ എന്നൊരു ചോദ്യം. മനസ്സിലായില്ല? ഇപ്പൊ വ്രതത്തിന്റെ പേരിൽ വൃഞ്ഞു വരണേ എന്നുള്ള ധാത്വർത്ഥാനുസരണം അത് ശരിക്ക് വരിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത് എന്നല്ലേ അർത്ഥം. ഒരു വ്രതവും ആരും നമ്മുടെ തലയിൽ കെട്ടിവെച്ചതല്ല. ആരും നമ്മുടെ തലയിൽ കെട്ടിവെച്ചതല്ല. നിങ്ങൾ ഈ വ്രതം എടുത്തോളൂ ഇല്ലെങ്കിൽ മഹാഭാവം, അങ്ങനെയല്ല. സ്വയം വരിക്കപ്പെടുന്നതാണ്, സ്വീകരിക്കപ്പെടുന്നതാണ്. എനിക്ക് നന്നാവണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വ്യക്തി വ്രതം ആരംഭിക്കണം. സ്വയം നന്നാവാനാണ്. നേരത്തെ പറഞ്ഞു, ലക്ഷ്യബോധമുള്ള ഒരാൾ, ജന്മലക്ഷ്യത്തെക്കുറിച്ച് സാമാന്യമായെങ്കിലും അറിയുന്ന ഒരാൾ, വിശേഷമായിട്ട് അറിയുന്നില്ല, ഉപനിഷദാദി ഗ്രന്ഥങ്ങളെയൊന്നും അയാൾ പഠിക്കുന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷെ സാമാന്യമായ സഹജമായി തന്നെ ഒരു മനുഷ്യനിൽ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ മുണ്ടകോപനിഷത്തിന്റെ മന്ത്രത്തിൽ. സഹജമായി ഉണ്ടെന്ന്, ഇല്ലേ? സഹജമായി ഒരു മനുഷ്യനിലുണ്ട്. ഈശാവാസ്യത്തിന്റെ ആദ്യത്തെ മന്ത്രം തുടങ്ങുന്നത് തന്നെ ഈ സഹജമായ കഴിവിനെ സാധൂകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈശാവാസ്യത്തിലെ 1ാമത്തെ മന്ത്രം തന്നെ നിവൃത്തി മാർഗാനുസാരമായി തീർന്നത്. അല്ലാത്തവർക്ക്, അതിന് അവിടെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരാൾക്ക് 2ാമത്തെ മന്ത്രം ആവാം. സാധാരണ ഇതര ശാസ്ത്രങ്ങള് പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്ന സമയത്ത് ഉപനിഷത്ത് ഋഷി നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ഉപനിഷത്ത് കാണിച്ചു തരുന്നത് എന്താണ്? മനുഷ്യജന്മം ലഭിച്ചത് തന്നെ നിവൃത്തി മാർഗത്തിനായിക്കൊണ്ടാണ്. അദ്വരേ പശു ഹിംസ്യാദ് എന്ന് പറയുന്ന സമയത്ത് അവിടെ യജ്ഞത്തിൽ പശുവെ കൊല്ലൂ. പശു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ മൃഗം എന്നർത്ഥം. മൃഗത്തിൽ പശുവും വരും. മൃഗത്തിൽ പശുവും വരും. അപ്പൊ നമ്മുടെ ഉള്ളിലെ പശു, അദ്വരെ പശു, യജ്ഞത്തിൽ പശുവെ കൊല്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ തന്നുള്ളിലൊരു പശുവുണ്ട്. ഏതാണ് ആ പശു? ഏതാണ് ആ മൃഗം? ഇണയും ഇരയും പ്രസക്തമായ ഒരു മൃഗം നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട്. കാരണം അതൊക്കെ കഴിഞ്ഞാണ് 84 ലക്ഷമാണെങ്കിൽ അത് ഒരു കണക്ക്.
അങ്ങനെയാ വന്നത്. അതുകൊണ്ട് അതിൻ്റെ ബാക്കി ശേഷിപ്പ് അതിലുണ്ട്. പക്ഷെ അതല്ല ലക്ഷ്യം, അതിന് മനുഷ്യനാവേണ്ടതില്ല. അപ്പൊ എന്തൊക്കെയോ കൂടുതൽ ഈ ജൈവിക പരിണാമത്തിൽ നിന്ന് ക്രമേണ ബുദ്ധിപരമായ വളർച്ചയിലേക്ക് കടക്കുന്നതിന്റെ ലക്ഷണമാണ് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചുമലിൽ തലയുള്ള ഒരു ജീവിയായി, സമാന്തരമായി സഞ്ചരിക്കുന്ന ജീവിക്കുപരി ചുമലിൽ തലയുള്ള ഒരു ജീവിയായി ജനിക്കാൻ കാരണം മാറ്റർ ലഭിച്ചത് അല്ലേ, അത് നേടിയതിനനുസരിച്ചായിരിക്കണം. വെറുതെ പറയുന്നതല്ലല്ലോ, ഇതര ശാസ്ത്രങ്ങളും അങ്ങനെയല്ലേ പറയുന്നത്. ഓരോ സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ആ പരിതസ്ഥിതിയെ അനുസരിച്ച് അവിടുത്തെ ആ ജീവിക്ക് ഓരോ ഉപാധി കൊടുത്തിരിക്കുക. വളരെ ആഴത്തിൽ കുഴിച്ചു ചെല്ലുന്ന ഒരു കിണറിനടിയിൽ അവിടെയുള്ള തവളയും പുറത്ത് ഉപരിതലത്തിലുള്ള തവളയും തമ്മിൽ വ്യത്യാസം. മഞ്ഞുമലകളിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന ആടുകൾക്ക് അവിടെ സഞ്ചരിക്കാൻ അനുയോജ്യമായ കൊമ്പുകളും ഒക്കെയാണുള്ളത്. അതേ നമ്മൾ കണ്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾ പറയുന്നു. മറ്റു ജീവികൾ അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. ഇനി വേണ്ട, മനുഷ്യൻ തന്നെ ഇപ്പോൾ ഹിമാലയ യാത്ര ചെയ്യുന്ന ഒരാളോട് ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾ നേരെ കേദാർനാഥ് കയറാൻ പോകരുതേ, അല്ലെങ്കിൽ യമുനോത്രിയിലേക്ക് കയറാൻ പോകരുതേ, അല്ലെങ്കിൽ ഗംഗോത്രിക്ക് പോകരുതേ, അതൊക്കെ താരതമ്യേന ഉയരം കൂടുതലുള്ള പ്രദേശമാണ്, അതുകൊണ്ട് ആദ്യം ബദരിനാഥ് റൂട്ടിലേക്ക് പോയിക്കോളൂ, ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പൊ ക്രമികമായി ആ മലയെ കീഴടക്കുന്ന സമയത്ത് ആ പ്രകൃതിയുമായി ഒരു താദാത്മ്യം നമ്മുടെ ശരീരം നേടിയെടുക്കുന്നുണ്ട്. അപ്പൊ ക്രമികമായി ഉയരങ്ങളിലേക്ക് പോയി അവിടുത്തെ തണുപ്പിനെയൊക്കെ ഏകദേശം അതിജീവിക്കാനുള്ള ഒരു കഴിവ് നേടിയെടുത്ത് പിന്നെ ക്രമേണ കേദാർനാഥ്, അതേപോലെ പിന്നെ യമുനോത്രി, അങ്ങനെ പോവുകയാണെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ശ്വാസതടസ്സം കുറച്ചുള്ള ഒരാൾക്ക് തന്നെ കൂടുതൽ അതുണ്ടായിരുന്നു വരും. സാഹസിക യാത്രയിൽ ക്രമേണ നമ്മുടെ ശരീരം തന്നെ ആ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ ആയിത്തീരുന്നുണ്ട്. ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ, യുക്തിയുക്തമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ശാസ്ത്രം, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളിവിടെ ജനിച്ചു വരാൻ കാരണം. ഇന്നൊരാളായിട്ട് സംസാരിച്ച സമയത്ത് അയാൾ പറയാണ്, കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ കളിക്കോപ്പുകൾ തന്നെ മൃഗങ്ങളോട്. എത്ര കളിക്കോപ്പുകളാണ് ഈ കുട്ടി വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതിൽ കിട്ടുന്നിടത്തോളം വാങ്ങിയേക്ക് എവിടെ പോയി കഴിഞ്ഞാലും തിരഞ്ഞെടുക്കും. ആനകളോടാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഈ അമ്മയ്ക്ക് ചെറിയൊരു സങ്കടത്തോടു കൂടിയാണ് ഈ കാര്യം പറഞ്ഞത്. പക്ഷെ കുട്ടിക്ക് 3-3.5 വയസ്സേ ആയിട്ടുള്ളൂ. അത് മാത്രം നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം ഒരു 4-5 വയസ്സ് ആവുമ്പോഴേക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. കൂടുതൽ അങ്ങനെ ഇണങ്ങി ചേർന്നിട്ടുണ്ടാവും. ഒരച്ഛൻ്റെയും അമ്മയുടെയും 2 മക്കള് 2 വിധത്തിലായിത്തീരുന്നു. മുമ്പത്തേന്റെ ബാക്കിയാണല്ലോ, ക്ലോസിംഗ് ബാലൻസ് ആണല്ലോ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വയ്ക്കുക. സ്ഥൂലദേഹത്തിന്റെ നാശമല്ലേ മരണം? സൂക്ഷ്മദേഹം അവിടെ തന്നെ ഉണ്ടല്ലോ. പുഷ്പത്തിലെ ഗന്ധത്തെ കാറ്റ് അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ കർമ്മം സംസ്കാരം വാസന എന്ന് ചാക്രിയ ഗതിയിലാണ് ഇത് കറങ്ങുന്നത്. അപ്പൊ ഇന്ന് ചെയ്ത കർമ്മത്തിന്റെ സംസ്കാരം അതവിടെ ഉണ്ട്. ആ സംസ്കാരത്തിന് സൂക്ഷ്മവശത്തെയാണ് ഇവിടെ വാസന എന്ന് പറഞ്ഞത്. ആ വാസന അടുത്ത കർമ്മത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ശരീരം, സ്ഥൂല ശരീരത്തിന്റെ നാശത്തിലും ആ സംസ്കാരം നമ്മളെ പിന്തുടരുന്നുണ്ട്. ഇന്നലെ ചെയ്തതിന്റെ ബാക്കിയാണ് ഒരു ഉറക്കത്തിന് ശേഷം ഞാൻ ചെയ്യുന്നത്. അവിടെ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരാലസ്യം ഉണ്ടെങ്കിലും ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഓർമ്മ വരുന്നുണ്ട്. ഇന്നലെ പഠിച്ചു വെച്ചതിന്റെ ബാക്കി, ഇന്നലെ ചെയ്തതിന്റെ ബാക്കി, ഒരു തുടർച്ചയുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ജന്മത്തിന്റെ തുടർച്ചയായിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഏത് വിധത്തിൽ വീക്ഷിച്ചാൽ, ഇനി ഒരു കുട്ടി എഴയുന്നതും നടക്കുന്നതും ഉരുളുന്നതും അല്ലേ, എഴുന്നേറ്റ് നിൽക്കാൻ സ്വയം കഴിയാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതും, 4 കാലിൽ നടക്കുന്നതും, മറ്റേ മത്സ്യത്തെ പോലെ നീന്തുന്നതും, കവിന്ന് കിടക്കുന്നതും, മറ്റൊരാളുടെ ആശ്രയത്തോടു കൂടിയില്ലേ, ഇങ്ങനെയുള്ള എന്തെല്ലാം മിന്നിമറഞ്ഞു പോകുന്നു. നമ്മൾ കാണാത്ത പലതും ഉണ്ടാവും.
84 വന്നു പോകുന്നതാണ്, 84 ലക്ഷമൊക്കെ. പക്ഷെ നമുക്കറിയില്ല, നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണുന്നത് നമുക്ക് വിലയിരുത്താൻ പറ്റും. അങ്ങനെയുള്ള ഇതൊക്കെ ചിലതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ കണ്ട് ക്രമികമായി പശുവിൻ്റെ കുട്ടീൻ്റെ പോലെ നേരെ അവിടിലേക്ക് പോകുന്നില്ല. ക്രമികമായി എന്ത് ചെയ്യുന്നു? ഒരു മനുഷ്യൻ്റെ കുട്ടികൾ പിന്നെയും വളർന്നു വരുന്നതിനിടയിൽ കുട്ടികൾ പെട്ടെന്ന് വീഴാറുണ്ട്. ശ്രദ്ധിക്കാനാട്ടോ വീണ് പോകുന്നൊക്കെ പറയും. വലിയ ആൾക്കാർ അങ്ങനെ വീഴാറില്ല, വേറെ കാരണങ്ങളെ കൊണ്ട് വീഴുമെങ്കിലും അത് അല്ലേ, വേറെ കാരണങ്ങളെ കൊണ്ട് വീഴുമെങ്കിലും പൊതുവെ അങ്ങനെയാണ് വീഴുമോ? ഇനി അതിൽ തന്നെ ചില അഭ്യാസമൊക്കെ പഠിച്ച ആൾക്കാർ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലേ? വീതി കുറഞ്ഞ വഴിയിലൂടെ ഒരാൾ നടന്നു പോവുകയാണ്. പോണ സമയത്ത് മുൻകൂട്ടി എങ്ങനെ ഞാൻ വീഴാതെ പിടിച്ചു നിൽക്കുക, വീഴാൻ പോകുന്ന സമയത്ത് എങ്ങനെ പിടിക്കണം എന്നൊന്നും ആലോചിച്ചിട്ടൊന്നല്ല പോണത്, ആണോ? വീഴാൻ പോണ സമയത്ത് ഞാൻ അങ്ങനെ പിടിക്കും, ഇങ്ങനെ ചെരിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്നു ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല. സ്വാഭാവികമായിട്ട് കുറച്ച് അഭ്യാസങ്ങളൊക്കെ പഠിച്ച ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആ സമയത്ത് എങ്ങനെയെന്നറിയില്ല. അപ്പൊ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ തന്നെ പഠിക്കുന്നുണ്ട്, മുൻപ് പഠിച്ചതിന്റെ ബാക്കി ഉണ്ട്. സ്വാമിജി തന്നെ പറയാറുണ്ട്, ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം സ്വാമിജി പറയാറുണ്ട്, ചിലപ്പോൾ ചില സ്ഥലത്ത് ചില ഉദ്ധരണികൾ മന്ത്രങ്ങൾ അടുവരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ശരിയാണോ എന്ന് പോയിട്ട് ആശ്രമത്തിൽ പോയിട്ട് പുസ്തകം എടുത്ത് നോക്കുമ്പോൾ ശരിയാവും. പുറത്തങ്ങനെ പറയാമല്ല. അപ്പം ചിലപ്പോൾ പറഞ്ഞേക്കാം, ഇത്ര ഈ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്വാമിജി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കൂട്ടു നിൽക്കുകയാണോ ഒക്കെ ചിലപ്പോൾ അല്പിക്കാനായ നമ്മൾ ചിന്തിച്ചു പോയാലോ വിചാരിച്ചിട്ടായിരിക്കാം. പറഞ്ഞില്ലേ? ചിലതിന് നമ്മുടെ പരിമിതമായ യുക്തി കൊണ്ട് നമുക്ക് അളക്കാൻ കഴിയാത്ത പലതുണ്ട്. അവിടെ യുക്തി വേണ്ടെന്നല്ല, പക്ഷെ നമ്മുടെ ഈ ബുദ്ധിയുടെ പരിമിതിയുണ്ട്. ഇവിടെ മനസ്സിലാക്കാൻ കഴിയാത്ത പലതും ഉണ്ട്. അത് യുക്തിക്ക് യോജിച്ചതല്ല നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇതര മതങ്ങളിലെ പുനർജന്മത്തെ ഇച്ഛിക്കുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ അവിടെ പുനർജന്മത്തെ ഇച്ഛിക്കുന്നുണ്ട് ഇല്ലേ? എന്തിൻ്റെയോ ബാക്കിയാണ് ഇപ്പോൾ, ഇതിന്റെ ബാക്കിയാണ് പിന്നെ എന്ന് വരുന്നുണ്ട്. അപ്പൊ കർമ്മത്തിന്റെ ബാക്കിയാണെന്ന് വരുന്നുണ്ട്. അപ്പൊ അറിവില്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്നത് അല്ലേ? ശരിക്കും അതിനെ വിലയിരുത്താത്തത് കൊണ്ടാണ് പറയുന്നത്. ഒന്നിന്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ അത് എവിടേക്ക് പോകുന്നു? ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 16-ാം ശ്ലോകം പറയുന്നതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതര ശാസ്ത്രങ്ങൾക്ക് പറയാനില്ലല്ലോ. ഉണ്ടോ? പറയാൻ പറ്റുന്നതിൽ പരമാവധി അതല്ലേ. ഉള്ളതിനെ നശിപ്പിക്കാനും പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാനും സാധ്യമല്ലെന്നല്ലേ പറഞ്ഞത്. അപ്പൊ മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല എന്നുറപ്പ്. ആത്യന്തികമായി ഒന്നും ഉണ്ടാവുന്നുമില്ല. ഒന്നോട്ട് അല്ലല്ലോ. അപ്പൊ കഴിഞ്ഞ ജന്മത്തിന്റെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ശാസ്ത്രവും ഗുരു ഒക്കെ വെറുതെ സർവജ്ഞ അഭി അല്ലെങ്കിൽ ശാസ്ത്രജ്ഞ അഭി ബ്രഹ്മാന്വേഷണം സ്വാതന്ത്ര്യേണ ന കുര്യ എന്നുള്ള വാക്യം വേണ്ടി വരും. ശാസ്ത്രജ്ഞ അഭി അല്ലെങ്കിൽ ശാസ്ത്രജ്ഞ അഭി ബ്രഹ്മാന്വേഷണം സ്വാതന്ത്ര്യേണ ന കുര്യ ഇല്ലേ? ഇവിടെ കേട്ടില്ലായിരുന്നു നമ്മളെ വാക്യം. സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യരുത്, ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടി വേണം. അപ്പൊ അവിടെ ഗുരു എന്നുള്ളത് മാർഗദർശിത്വമാണ്. ആ മാർഗദർശിത്വം എന്നുള്ളത് നമ്മുടെ ആ ദിശ ശരിയാക്കി തരാനാണ്, നമ്മുടെ ലക്ഷ്യത്തെ ബോധിപ്പിക്കാനാണ്. നടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെന്ത് ചെയ്യും? കിലോമീറ്റർ കല്ല് കണ്ട് അവിടെ തന്നെ ആരതി ഒഴിഞ്ഞ് ഇരിക്കുകയും ചെയ്യും. അവിടെയാണ് പ്രശ്നം. ഇനി അഥവാ ഗുരു എന്ന് പറയുമ്പോൾ തന്നെ ആ ഗുരു ചിലപ്പോ ലഘുവായിരിക്കും, അങ്ങനെയും വരാം. ഉദ്ദേശശുദ്ധിയുള്ള ഒരാൾക്ക് അതിനനുസൃതമായ ഗുരുനാഥനെ കിട്ടും. അല്ലാതെ ഗുരുനാഥന്മാരെ നന്നാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. നല്ല ഗുരുക്കന്മാരെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നന്നാവാത്തത് അല്ലേ? സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത്, വെളിച്ചമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇല്ലേ എനിക്ക് എഴുതാൻ കഴിയാഞ്ഞത്, വസ്ത്രമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകാഞ്ഞത്, ചെരുപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത്, കുടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത് എന്ന് പറയുന്ന കുട്ടിയെ പോലെ സാഹചര്യങ്ങളെ അപേക്ഷിച്ചിട്ടല്ല. അവിടെ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അതിനനുസൃതമായ ഗുരുവിനെ ലഭിക്കും. എത്ര പേരുണ്ടോ അത്രയും ഗുരു ഉണ്ട്. ശിഷ്യൻ പ്രതിയാണ് ഗുരു. എപ്രകാരമാണോ ശിഷ്യൻ അപ്രകാരമുള്ള ഗുരു ഉണ്ട്. ഒരു കുറവുണ്ടാവും.
എപ്രകാരമാണോ പ്രജ അപ്രകാരമാണ് രാജാവ്. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അല്ലേ? ഭരണാധികാരികളൊക്കെ നമ്മൾ കുറ്റം പറയും. എന്തിനാ കുറ്റം പറയണത്? പ്രജകൾക്ക് അനുസൃതമായ ഭരണാധികാരികൾ. അതുപോലെ ശിഷ്യന്മാർക്ക് അനുയോജ്യമായ ഗുരു. അതെല്ലാ കാലത്തുണ്ടാവും. ശിഷ്യ വിത്തോപഹാരഹ ഗുരു, ശിഷ്യ അജ്ഞാനം ദൂരീകരോതി ഗുരു. രണ്ട് വിധം ഗുരുക്കന്മാർ, അല്ലേ? വ്യക്തം പോലെ നമ്മൾ ചിന്തിച്ചതാണ്. ഏതായാലും ഇവിടെ പറയുന്നത് ഇപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ പറയാൻ കാരണം. ഇപ്പൊ ഗുരുനാഥനെ കിട്ടാത്ത കുഴപ്പമൊന്നുമല്ല, നമുക്ക് അനുയോജ്യമായ ഗുരുവുണ്ട്. ഇപ്പൊ ഹോമം ചെയ്യുന്ന ഗുരുക്കന്മാർ ധാരാളമുണ്ട്. അതെ, വൃശ്ചികമാസം 1-ാം തീയതി മുതൽ തുടങ്ങുക ഈ ഹോമം. നിത്യവും ഹോമം ചെയ്യുന്ന ഗുരുക്കന്മാർ. കാരണം അഗ്നിക്രിയയാണല്ലോ ഹോമം. അഗ്നിയിലേക്ക് അവിസർപ്പിക്കലാണല്ലോ, അല്ലെ? ന ഇതം മമ, ന ഇതം മമ, ഇതെന്റേതല്ല എന്ന് ഓരോ മന്ത്രോച്ചാരണം കൊണ്ട് ആ ശരീരത്തിലുള്ള അഹംബുദ്ധിയെ ഹോമിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്റെ, ഇത് ഞാൻ എന്നുള്ള അഹംബുദ്ധിയെ ഓരോ ഹോമം കൊണ്ടും എന്ത് ചെയ്യുന്നു? അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന പ്രക്രിയ ഹോമം, അഗ്നിക്രിയ. അത് നിത്യവും മന്ത്രം ചൊല്ലാതെ തന്നെ, അല്ലേ? ഓരോ വലിക്കും. പേരെന്ത്? സ്വാമി. ആരാ സ്വാമി? അവിടെ ചോദ്യം. ആരാ? സിഗരറ്റ്. ഭൃത്യൻ ആര്? സ്വാമി ഉണ്ടെങ്കിൽ ഭൃത്യനുണ്ടാവും. ആരാ ഭൃത്യൻ? ഈ മാല ധരിച്ച ആള്. പറഞ്ഞു മനസ്സിലായില്ല? ഒരു സിഗരറ്റും കുറ്റിക്ക് പോലും അടിമയാ, പിന്നെയല്ലേ ബാക്കി. അതെ, ഒരു ആനയെ, ഒരു കൊച്ചു കുട്ടി ഒരു വടി വെച്ചിട്ട് ആനയെ അവിടെ നിന്നോ എന്ന് പറഞ്ഞാൽ ആന നിൽക്കും. ഏതുവരെ? അതിന്റെ സ്വരൂപം അറിയുന്നത് വരെ, അല്ലേ? വേദാന്താർത്ഥത്തിലൊന്നും എടുക്കണ്ട കേട്ടോ സ്വരൂപത്തെ. ആനയ്ക്ക് ആനേന്റെ വലിപ്പം അറിയുന്നതിന് വരെ അതിനെ ഒരു കൊച്ചു കുട്ടിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റും. കാരണം തമോ ഗുണമുള്ള ആളാണല്ലോ ആന, അവിടെ നിന്നോളും. പക്ഷേ ഒരു നിമിഷം മതി അതിന്റെ മേന്മ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന്റെ വലിപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? പിന്നെ ഒരു കുട്ടിക്കല്ല, ഒരാനയ്ക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കുട്ടിക്കല്ല, ഒരു ആനയ്ക്ക് പോലും അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല, ആനയെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്റെ കഴിവ്, തന്റെ ലക്ഷ്യത്തെ ബോധിക്കാത്ത ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? നിസ്സാരങ്ങളായ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിപ്പോകും, ഇന്ദ്രിയങ്ങൾക്ക് വശകനാവുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? ഇന്ദ്രിയങ്ങളാൽ പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തി അയാളിൽ കുഞ്ചിരാമനായി ആടുന്നു. ഞാൻ ഒരു ഇന്ദ്രിയത്തിനും അടിമയല്ല. അതിന്റെ അർത്ഥം ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിലേക്ക് പോവുക എന്നുള്ളത് പോവണ്ടെന്നല്ല പറഞ്ഞത്. ഏത് വിഷയങ്ങളുടെ പിന്നാലെ പോയാലും തന്റെ നിയന്ത്രണത്തിലായിരിക്കണം. കടിഞ്ഞാണ് ആരെടുത്ത്? ആരാണ് കടിഞ്ഞാണ് പിടിച്ചിരിക്കുന്നത്? ആരാ? ബുദ്ധിയായിരിക്കണം, അല്ലേ? ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കണം. ആ ബുദ്ധി ഏതാണ്? ആ ബുദ്ധി ഇതറിഞ്ഞ ബുദ്ധി. ആ ബുദ്ധിയെ പ്രബലമാക്കാനാണ് ഭക്തിശാസ്ത്രങ്ങളൊക്കെ. ഭക്തിശാസ്ത്രം എന്നല്ല, ഏത് ശാസ്ത്രമായാലും പലപ്പോഴും അതിന് കഴിയാതെ പോകും. ചിലർക്കത് മതിയാവും. ചിലർ പറയും കലിയുഗത്തിൽ എന്ത് ഇതര ശാസ്ത്രങ്ങളെ കൊണ്ടൊന്നും കാര്യമില്ല, ആർക്ക് ശാസ്ത്രം പഠിക്കാനോ ഉപനിഷത്ത് പഠിക്കാനൊന്നും പറ്റില്ല, കഠിനമായ സാധന ചെയ്യാനൊന്നും കഴിവില്ല, അതുകൊണ്ട് അതിന് പാട്ടുകൾ രചിച്ചിട്ടുണ്ട്, അല്ലേ? കലികാലെ മുക്തി നൽകാൻ, അല്ലേ? അതൊക്കെ പറഞ്ഞിട്ട് പാടുന്നുണ്ട്. ഭക്തി മാത്രം മതി, ഭക്തി മാത്രം മതി. ഏത് ഭക്തി? ഈ കാണുന്ന ഭക്തി മതിയോ? അതുകൊണ്ട് എന്ത് നേട്ടാണ്ടായാലും 4 ദിവസം മദ്യം കുടിക്കാത്ത ഒരാള് 4 ദിവസത്തെ ഒഴിവാക്കി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആസ്വദിച്ച് കഴിക്കാം. കുറച്ച് ദിവസം പുക വലിക്കാതിരുന്നുവെങ്കിലും കൂടുതൽ ഒരു ചെയിൻ സ്മോക്കറായിട്ട് അത് മാറാം. കാരണം കുറച്ച് ദിവസം അത് ആസ്വദിക്കുക, അത് മാറ്റി വെച്ചു. പിന്നെ ഞരമ്പൊക്കെ ഒന്ന് ചുരുണ്ടതൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? ഇത് കൊടുക്കേണ്ടി വരും, വേണ്ടേ? മദ്യമൊക്കെ വേണ്ടി വരും. അപ്പോൾ വെറുതെ പ്രസംഗിക്കാൻ പറ്റുമെന്നല്ലാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ വെക്കണം, അതാണ് എനിക്ക് അനുയോജ്യം. ഇന്ദ്രിയങ്ങളെ തോന്നിയോണം കയറൂരി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയില്ല. ഒരു ക്ഷേത്രത്തിൽ പോയി ആനയെ കണ്ടു. ആനയെ കണ്ടപ്പോൾ എന്തായി? അനുകൂലതയിൽ പ്രവർത്തിക്കുകയും പ്രതികൂലമായതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ആമ. കണ്ടു. അപ്പൊ എന്തായി?
കണ്ണിന്റെ വഴിക്ക് പോയി. നല്ല രൂപത്തെ കണ്ടു, നല്ല നെറ്റിപ്പട്ടം കിട്ടിയ ഒരു ആനയെ കണ്ടു, കണ്ണതിന്റെ പിന്നാലെ പോയി. സ്വാഭാവികമാണ്. എന്നാൽ പോയിക്കോട്ടെ എന്ന് പറയല്ല, ഞാൻ എന്തിനാണ് വന്നത്, ഞാൻ പാണിനെ കാണാനല്ല എന്ന് ആ പോയ ആ കണ്ണിനെ പിൻവലിക്കുന്നു. അപ്പൊ കാത്, പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകൾ അങ്ങനെ നമ്മൾക്ക് രുചിക്കുന്ന തരത്തിലുള്ള ഉള്ള വർത്തമാനം പറയുന്നത് കേട്ടു. എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, ശ്രദ്ധിച്ചാൽ പോയി. ഞാനതിനല്ല ഇപ്പൊ ഇവിടെ വന്നത്. ഈ സങ്കേതത്തിൽ ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു ഉദ്ദേശത്തിലാണ്. അല്ലെങ്കിൽ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിൽ ആരാണെങ്കിലും ഒന്ന് രക്ഷപ്പെടുക, അങ്ങനെ ഇതൊക്കെ ചെയ്തു. ഭക്തനെ സംബന്ധിച്ച് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സംഘാടകരെ സംബന്ധിച്ച് ചിന്തിച്ചാലും കമ്മിറ്റിക്കാരെ സംബന്ധിച്ചില്ലേ, അതേസമയത്ത് ചെല്ലുന്ന ഭക്തനെ സംബന്ധിച്ച് അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാളുടെ ഒരു ലക്ഷ്യം എന്താണ്? അയാൾ എന്തിനാണോ വന്നത് അത് ഓർമ്മിക്കും, അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ ഏത് ഇന്ദ്രിയമാണോ, ഏതിന്റെ വഴിയിലൂടെയാണോ പോണത്, അതിനെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നു. എവിടെ? ഈ ഒരു ബുദ്ധിപൂർവമായ പ്രവൃത്തി കൊണ്ട്. അങ്ങനെ അയാൾ ഉള്ളിലേക്ക് പോകുന്നു. സ്ഥൂല ശരീരത്തെ അതിനെ പോയി പ്രാണശരീരത്തെ അതിക്രമിച്ച്, മനോമയ കോശത്തെ അതിക്രമിച്ച് സോപാന സ്ഥാനത്ത് പോയി അല്ലേ. അങ്ങനെ തൻ്റെ പുറമേക്ക് വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങളെ, പുറമേക്ക് കൊടുക്കുന്ന, അകത്തേക്ക് എടുക്കുന്ന ഇന്ദ്രിയങ്ങൾ. അപ്പൊ അകത്തേക്ക് എടുക്കുന്ന ഇന്ദ്രിയങ്ങൾ ശരിയായ പുറമേക്ക് കൊടുക്കുന്നത് നന്നാവും. ചെവി, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നീ 5 ഇന്ദ്രിയങ്ങളെ കാണുക, കേൾക്കുക, സ്പർശിക്കുക, രുചിക്കുക, വാസനിക്കുക എന്നീ വിഷയങ്ങളിൽ നിന്ന് ക്രമികമായി പിന്മടക്കി അതിനനുസൃതമായ ധൂപ ദീപാദികളുടെ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളിലൂടെ അതിനെ വിശേഷേണ ബന്ധിച്ച്, വേണമെങ്കിൽ ശോഭനാധ്യാസം എന്നൊക്കെ പറയാം, വിശേഷേണ ബന്ധിച്ച് മറ്റെവിടേക്കും പോവാതെ ഒന്നിലേക്ക് നിബന്ധിക്കും. ആ ഏകാഗ്രമായിട്ട് അതിന് അഭ്യാസം നടത്തുന്നു. ക്രമികമായി അതിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പ്രദക്ഷിണം വിടും. അത് വിധിയൊക്കെ അവിടെ നിൽക്കട്ടെ, വിധിവിധാനങ്ങൾ അവിടെ നിൽക്കട്ടെ. വിധിവിധാനങ്ങളെ ഇനി ഇഷ്ടം പോലെ അത് ഏകം വിനായകം കുര്യാദ്വേ സൂര്യ ത്രേണി ശങ്കരേ ചത്വാരി ദേവ്യാം വിഷ്ണുച്ച സപ്തശ്വത്ത പ്രദക്ഷിണം എന്നൊക്കെ അക്ഷരാർത്ഥത്തിൽ പഠിച്ചിട്ട് അത് ചെയ്യാൻ പോകുന്നതിലുപരി ഈ ഉദ്ദേശ വിശുദ്ധിയോടുകൂടി ഒരാൾ അഭ്യസിക്കുന്നെങ്കിൽ നിത്യ അഭ്യാസി ആനയെടുക്കുന്നു പറഞ്ഞ പോലെ എന്താവും? നിരന്തരമായ അഭ്യാസം കൊണ്ട് അയാൾക്ക് ഏകാഗ്രതമാക്കി തീർക്കാൻ പറ്റും അല്ലേ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല ഹേ അർജുന. ആദ്യം എന്താ പറഞ്ഞത്? വായുവിനെ പിടിച്ചു മെരുക്കുന്നത് പോലെ സുദുഷ്കരമാണ് ഏത്? നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നുള്ളത്. പക്ഷെ ഏകാഗ്രമാക്കാൻ കഴിയില്ലെന്ന് നീ പറയരുത്. വഴിയുണ്ട്. എന്ത്? നിത്യനിരന്തരമായ അഭ്യാസം കൊണ്ട്. അഭ്യാസം ഉണ്ടാകും. നിത്യനിരന്തരമായ നൈരന്തര്യം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ലക്ഷ്യബോധം വേണം. ഇല്ലെങ്കിൽ വിട്ടു പോവും. അങ്ങനെ നൈരന്തര്യം ഉണ്ടാവണമെങ്കിൽ പോരാ, വൈരാഗ്യം വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എവിടേക്കാണോ ആ ഇന്ദ്രിയങ്ങൾ പരക്കം പായുന്നത്, ആ പരക്കം പായുന്നതിൽ എന്തെങ്കിലും ആസ്വാദ്യകരമായത് ഉണ്ടായിരിക്കണം. ഇതിലും വലുത് അവിടെ കണ്ടിരിക്കണം. അതിന്റെ നിരർത്ഥകത ബോധിക്കണം. അതാണ് വൈരാഗ്യം. അല്ലാതെ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാന്നുള്ളതല്ല വൈരാഗ്യം. അത് മലയാളത്തിലെ വൈരാഗ്യം. സംസ്കൃതത്തിലെ വൈരാഗ്യം എവിടെ പോകുന്നു, ആ പോകുന്നതിൽ എന്താണ് ഉള്ളത് അതിനെ വിചാരം ചെയ്യുന്നു. അതിനെ വിചാരം ചെയ്യുന്ന പ്രക്രിയയിൽ തന്നെ 2 തരമുണ്ട്. അതിന്റെ ദിശ ശരിയാണ്. അതാണ് ഗുരുവിന്റെ സഹായം വേണമെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ വിചാരം ചെയ്ത് എന്തായി തീരും? പിന്നെ അതിന് പിന്നാക്കം പോരാതെ അത് ആസ്വാദ്യകരമായി പോകും. അങ്ങനെ ഉണ്ടാവും. അങ്ങനെയല്ല. ഏതൊരു വസ്തുവിനും 2 വശങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അല്ലേ? നേരത്തെ പറഞ്ഞ ഏതൊരു വസ്തുവിനും 2 വശങ്ങളുണ്ട്. അതിന്റെ നല്ല വശത്തെ മാത്രം നമ്മൾ കാണുന്നു, ചീത്ത വശത്തെ നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കാണുന്നതാ? രണ്ടും ഇല്ലേ ഇതിന്? ഇല്ലേ? ഏതൊരു വസ്തുവിനും 2 വശങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ ഒരാൾ നിരന്തരമായി അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ജന്മങ്ങളായിട്ട് ഒരു വസ്തുവെ കുറിച്ച് അത് നല്ലതാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താവും? അത് നല്ലതായിരിക്കും. അതിൽ മറ്റു വശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ പറയും അത് ശരിയല്ല, ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് പിന്നെയും തിരിച്ചു കൊണ്ടുവരും. ക്രമികമായി അതിൽ യാഥാർത്ഥ്യത്തെ ബോധിക്കും. ഒരു വ്യക്തിയിലും അങ്ങനെയല്ലേ? നല്ലതും ചീത്തയുണ്ട്.
എന്നിൽ ഞാൻ ഏറ്റവും നല്ലതാണെന്ന് ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതാ ചിന്തിക്കുന്നത്, അല്ലേ? നല്ലതാവാൻ നല്ലതാ. പക്ഷെ എന്തുണ്ടാവും? ചീത്തയെ കുറച്ച് ആൾക്കാർ ചീത്തയും ഉണ്ട് എന്ന് പ്രേരിപ്പിച്ചാൽ അങ്ങനെയുണ്ടോ എന്നുണ്ടോ, അത് നിരന്തരമായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? നേരത്തെ പറഞ്ഞ നല്ലത് പോയി ചീത്തയോ. അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കാൻ പോയാൽ ഞാൻ ഒന്നിനും കൊള്ളാതാവും. അല്ല, ഞാൻ എല്ലാറ്റിനും കൊള്ളും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ആവും. പൊതുവെ നമുക്ക് തരുന്ന സന്ദേശങ്ങൾ അധികവും ഏതായിരിക്കും? കുട്ടിയെ അമ്മ പഠിപ്പിക്കുന്നത് നീയൊന്നും നന്നാവില്ല, ഇതൊക്കെ. അല്ലെങ്കിൽ പേര് തന്നെ അങ്ങനെ, അല്ലേ? ഒരാളെ പിന്നോട്ട് നയിക്കുന്നത്. ആ വ്യക്തിക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ ആത്മവിശ്വാസം കൊടുക്കുന്ന വിധത്തിൽ ഉള്ള പ്രേരണ ഉണ്ടാവുകയാണെങ്കിൽ, അതല്ലേ നമ്മുടെ ആചാര്യന്മാര് കൊടുത്തത്? ശൃണ്വന്തി വിശ്വേ അമൃതസ്യ പുത്ര, മഹാപാപികളെ നിങ്ങളിതൊന്നും, അല്ലേ? അങ്ങനെയൊന്നല്ല. നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, ഇതൊന്നും പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? എന്താ ചെയ്തത്? ആകെയുള്ളൊരു പാപം എന്താണ്? ഏതാണ് നമ്മളെ പാപം? എല്ലാവർക്കും പാപം ഉണ്ടാവും. ഒരു പാപമേ ഉള്ളൂ. എന്ത്? ഈ പാപം ആണ്, ഞാനൊരു പാപിയാണെന്നുള്ള ചിന്തയാണ് നമ്മുടെ മഹാപാപം. അല്ലാത്ത ഒരു പാപവും നമുക്കില്ല. മനുഷ്യനായ ഒരു പാപിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല, സ്വയം വിചാരം ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ആ ചിന്തയാണ് നമ്മുടെ പാപം, മഹാപാപം, കൊടുംപാപമാണത്. എന്താ? എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, പരിദേവൻ. ഇനി എന്ത് ജീവിയാവണം? ഇനി വേറെ ഒരൊന്നും കിട്ടണ്ട. സ്ത്രീയോ പുരുഷനോ എന്നുള്ളോ അല്ലെങ്കിൽ ജാതി എന്നോ മതമെന്നോ ഒന്നും വ്യത്യാസമില്ല, മനുഷ്യനായാൽ മതി. ആ മനുഷ്യജന്മത്തിന്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത്. ആ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് അതിന് അനുസൃതമായിട്ടാണ് ഒരു മാറ്ററിലൂടെ ലഭിച്ചത്, ഉപാധി ലഭിച്ചത്. എന്നിട്ട് പരിദേവൻ എന്ത്? എനിക്ക് അതിന് കഴിഞ്ഞില്ലല്ലോ. ഏതിനാണ് ആ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞത്? ഈ ഉപ്പും മുളകും വാങ്ങാനുള്ള ഇണയും വിരയും പ്രസക്തമായ അതിലുള്ള കഴിവുകളെയാണ് എന്തിനു കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്. എന്താണ് ജന്മലക്ഷ്യം? ആ ജന്മലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ജീവിയായി ജനിച്ച അതിന്റെ പ്രത്യേകമായ കഴിവിനെ സാധൂകരിക്കുന്നതിൽ എനിക്ക് ഇനി പുതിയതായിട്ട് ഒരു അധികാരം ലഭിക്കേണ്ടതില്ല. ലബ്ധ്വ, യാതൊന്ന് ലഭിച്ചിട്ട്, ഇവിടെ ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ല, ഇനി ലഭിക്കാൻ വേറൊരു ജന്മം കിട്ടണ്ട, മരിച്ചു പോകണ്ട, മനുഷ്യനായാൽ മതി. സഹജമായി ഉണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴിവോടൊക്കെ മനുഷ്യൻ പറയുക, ഇനി എനിക്ക് ലഭിക്കണം, പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാൻ പോവാം. ഇനി എന്താണ് ഭഗവാനെ വഴി? ഈശ്വര അന്വേഷണത്തിന്. അത് ചിലരെ ആകാശത്ത് പൊട്ടി വീണതാണ്. ഞാൻ എന്നും അവരുടെ കാല് സേവിച്ച് കഴുകിയിരുന്നാൽ മതി, ഞാൻ എന്നും പൂജിക്കാൻ വിധിക്കപ്പെട്ട ആള്, മറ്റേയാളെന്നും പൂജ അർഹിക്കുന്ന ആള്. അങ്ങനെയല്ല. എനിക്കും അതിനുള്ള യോഗ്യതയുണ്ട്, എനിക്കും അതിനുള്ള അർഹതയുണ്ട്, ഇനി പുതിയതായിട്ടൊന്നും കിട്ടാനില്ല. അതിന് വിവിധ മാർഗങ്ങൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിന് വിശേഷമുള്ളത് കൊണ്ട് പലവിധ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർമ്മത്തിൽ അധികാരി ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ട്, അല്ലേ? ജ്ഞാനത്തിൽ അധികാരി ജനങ്ങൾക്ക് ജ്ഞാനശാസ്ത്രങ്ങളുമുണ്ട്. ഏതാണോ അധികാരി ഭേദം അനുസരിച്ച്, മനസ്സിന്റെ വിശേഷത അനുസരിച്ച് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഒന്നല്ല. ഒരാൾക്ക് ഒരു ഭക്തി മതിയെങ്കിൽ, ഒരു ഭക്തി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചിന്തിക്കുന്ന ഒരു മാറ്റം, ആഹാരശുദ്ധവും തത്വശുദ്ധി എന്നുള്ള ഒരു മാറ്റം മാത്രം ഉണ്ടായാൽ തന്നെ ചിലർക്ക് മുന്നേറാൻ കഴിഞ്ഞേക്കാം, ലക്ഷ്യത്തെ ബോധിക്കാൻ കഴിഞ്ഞേക്കാം. കാരണം ഒരു കണ്ണാടിയിൽ ഒരു പൊടി പറ്റിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു തുണിയെടുത്തൊന്ന് തുടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പൊടി പോയി എന്ന് വരും, സത്യമായി മുഖം കണ്ടേക്കാം. അതേസമയത്ത് ആ ചളിയുടെ സ്വഭാവം തന്നെ അത് എഴുകിപ്പിടിച്ച ചളിയാണെങ്കിൽ എന്തുണ്ടാവും? തുടച്ചാൽ ആകെ ഒന്നുകൂടി മൂടും, തീരെ കാണാതാവും. അങ്ങനെയല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അതിന് സോപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല സാധനങ്ങളോ ഉപയോഗിച്ച്, വെള്ളം ഉപയോഗിച്ചത് കഴുകി കളയേണ്ടി വരും. കുറച്ചും കൂടി പണി കൂടും. വെള്ളം കൊണ്ടുവരണം, സോപ്പ് വാങ്ങണം, അല്ലേ? അതൊക്കെ പണി വരും. എന്നാ വേണ്ട, ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഞാൻ പുതിയൊരു മാർഗം കണ്ടെത്തി. എന്താ? കുറച്ച് മണലും ചരലും ഒക്കെ എടുത്തോണ്ട് വരച്ചു. അപ്പോഴോ അപ്പൊ എന്തായി? ഇനി ഒരിക്കലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാവും. അപ്പൊ അന്ധക്കരണ ശുദ്ധിയർത്ഥം, അന്ധക്കരണമാവുന്ന ഈ കണ്ണാടിയെ ശുദ്ധമാക്കാൻ വേണ്ടി
ജ്ഞാനം ഉൽപ്പദ്യതേ പുംസാം ക്ഷയാത് പാപസ്യ കർമ്മണ. ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്നു. ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിലാണ്, ഉൽപ്പാദിപ്പിക്കേണ്ടതൊന്നും അല്ല അത്. അവിടെ ഈ കണ്ണാടിയുടെ മുകളിൽ പിടിച്ച അഴുക്ക് മാറ്റുന്നത് പോലെ തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധിക്കുകയും എവിടെ എവിടെ മനസ്സ് പോകുന്നുവോ അവിടെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പമല്ല. കാരണം ആ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള സന്നികർഷം. അപ്പൊ കണ്ണ് എന്നുള്ളത് കാണുക എന്നുള്ള വസ്തുക്കളുമായുള്ള ദൃശ്യജാലങ്ങളുമായിട്ടുള്ള ഇഷ്ടം, ആ ഇഷ്ടം അനിഷ്ടമായി തീരണം. കുറെ കാലം അത് എനിക്ക് ഇഷ്ടം തന്നിരുന്നു, എന്നെ സ്നേഹിച്ചിരുന്നു, ഞാൻ അതിനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് എന്തായി, ഏത് വസ്തു ആയിക്കോട്ടെ, ഒരു മധുരമുള്ള ലഡു ആയിക്കോട്ടെ, ഞാൻ ആ ലഡുവിനെ സ്നേഹിച്ചിരുന്നു, എൻ്റെ നാവ്. അതുകൊണ്ട് എന്തുണ്ടായിരുന്നു, ആ സന്നികർഷത്തിൽ നിന്ന് ആ അനുഭവിച്ചതിനെ അയവിറക്കുന്ന ഒരു പ്രവണത ഉണ്ടായി. അപ്പൊ എളുപ്പമൊന്നുമല്ല അത് മാറ്റൽ. പിന്നെ എന്ത് വേണം, ആ ലഡു കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രമേഹം കൂടും അല്ലേ? ലഡു കഴിച്ചുകൊണ്ട് പ്രമേഹം കൂടും ചോദിക്കരുത്, ഇതിവിടെ ഉദാഹരണം പറഞ്ഞത് അല്ലേ? അതിൽ കുറച്ച് പല ഘടകങ്ങളുണ്ട്. ശരി, അപ്പൊ അങ്ങനെ അതിലൊരു വൈരാഗ്യ ബുദ്ധി. ഇന്നാളൊരാൾ ഇറച്ചിക്കോഴി കഴിക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് അത് കഴിക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പറഞ്ഞു. പറ്റില്ലേ? അപ്പൊ അയാൾ ചോദിച്ച ചോദ്യം വേറൊന്നുണ്ട്. അപ്പൊ അതൊന്നും കഴിക്കാത്ത പച്ചപ്പുല്ല് നിന്ന് കഴിക്കുന്നതിനെ കഴിക്കാല്ലേ? വധപ്പന്നത്തെ കാലം. അപ്പൊ എല്ലാവരും സംബന്ധിച്ചോളം ഇതൊന്നും ചെയ്യില്ല. ഒരാളെ എന്താണോ ചെയ്യുന്നത് അയാൾക്ക് അനുയോജ്യമായ ഒരു വൈരാഗ്യ ബുദ്ധി അയാൾ സമ്പാദിച്ചെടുക്കണം. അപ്പൊ ആ ആളോടാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എല്ലാ കുട്ടികളോടും ഒരേ ഇത് പറഞ്ഞു കൊടുക്കാറില്ലല്ലോ അല്ലേ? പെട്ടെന്ന് എടുക്കാൻ പറ്റും. ചിലര് നന്നായി പഠിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്താവും, അതോടുകൂടി കഴിയും. ചിലവരോട് എന്ത് വേണ്ടി വരും, നന്നായി പഠിക്കുന്നവനാണ്, അപ്പൊ ഒന്നുകൂടി പഠിക്കാൻ തയ്യാറുണ്ടാവും. ചിലപ്പോൾ അതോടുകൂടി. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, അതിനനുസൃതമായിട്ടാണ് പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ തന്നെ വൈരാഗ്യം എന്നുള്ളതും വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെ നമ്മൾ നോക്കിക്കാണുമ്പോൾ എങ്ങനെ ഒരാൾ വൈരാഗ്യം സമ്പാദിക്കും. കവിഭാവനയിലൂടെ സമ്പാദിച്ച രാഗബുദ്ധിയെ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു കവി ഭ്രാന്തദൃഷ്ടികളുടെ ഭാവത്തിൽ നമ്മൾ വീക്ഷിക്കുമ്പോൾ അതിൽ വൈരാഗ്യ ബുദ്ധി ജനിപ്പിക്കാൻ പറ്റും. ശ്മശാന വൈരാഗ്യം ആവരുത്, മർക്കട വൈരാഗ്യം ആവരുത് എന്നർത്ഥം. ശ്മശാന വൈരാഗ്യമൊക്കെ ഉണ്ടാവും, ജീവിതത്തിൽ വരുന്നതാണ് ശ്മശാന വൈരാഗ്യം. ഉറ്റവരോ ഉടയവരോ ഉള്ള വിയോഗത്തിൽ താൽക്കാലികമായി ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വിളി വന്നു, ഭക്ഷണം കഴിക്കണില്ലേ, വിശന്നിട്ട് എത്രയാണ് നടക്കുന്നത്, കഴിഞ്ഞില്ല. ഒരു ദിവസം ഉണ്ടായാൽ നന്നായി, അത്രയേ ഉള്ളൂ. അങ്ങനെയായിട്ട് കാര്യമില്ല. അപ്പൊ അതിന് വൈരാഗ്യം ജനിക്കാൻ എന്ത് വേണം, ശാസ്ത്രീയമായിട്ട് ചില പദ്ധതികൾ ഒരുക്കി. അത് കത്തിയാൻ വരുമ്പോൾ അവിടെ കൈ കൂപ്പി അത് നിവർന്ന് നിൽക്കണ വരെയെങ്കിലും അല്ലേ, അതിൻ്റെ അടുത്ത് പോയി കൈ കൂപ്പി നാമം ചോദിച്ച് നിൽക്കണം. അതിന് സമയം വേണ്ട. അതെ, അത് പോയിട്ട് അത് ഒപ്പിച്ച് ദുഃഖത്തിൽ പങ്കുചേരാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനും വന്നു എന്ന് ബന്ധുക്കളെ അറിയിക്കാനാണ് പലരും പോണത് മരിച്ച വീട്ടിൽ. എന്നല്ല, ശ്മശാനവാസിയായ ശിവനെ വേണമെങ്കിൽ പുകഴ്ത്തും, ശ്മശാനം ഇതിലേക്ക് പോവരുത്, അല്ല ശുദ്ധിയാണെന്ന് പറയും. പോവല്ലേ വേണ്ടത്? എന്താ അഭിപ്രായം? എനിക്കും പോകാനുള്ള സ്ഥലമല്ലേ അത്, ആരും ഒഴിവൊന്നുമില്ലല്ലോ. അവശ്യം ഭാവിയായ മരണം എന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുകയല്ലേ ചെയ്തത്. അല്ലാതെ മരണം എന്ന് പറയുമ്പോഴേക്ക് കേൾക്കുമ്പോഴേക്കും അയ്യോ അതൊന്നും പറയരുതേ എന്ന് പറഞ്ഞ് പിന്മാറല്ലേ. അവശ്യം ഭാവിയാണ്, ഒരാൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ജനിച്ചതൊക്കെ മരിക്കണം, മരിച്ചതൊക്കെ ജനിക്കുമെന്നവർക്ക് ഉറപ്പുണ്ടെങ്കിലും നമുക്ക് ഉറപ്പില്ലല്ലോ. ഉറപ്പുണ്ടെങ്കിൽ സുഖം. അതുകൊണ്ട് വൈരാഗ്യം എന്നുള്ളത് ശ്മശാന വൈരാഗ്യം പോലെയോ അല്ലെങ്കിൽ മർക്കട വൈരാഗ്യം, ചിലപ്പോൾ നൈരാശ്യത്തിൽ നിന്നൊക്കെ വൈരാഗ്യം വരും. അതിന് ആചാര്യസ്വാമികൾ പറയുന്ന ഭാഷ ഇതാണ്: ആശുപത്രി കിടക്കുന്ന രോഗിക്കും ഭക്ഷണത്തിനോട് വെറുപ്പ് തോന്നാറുണ്ട്, പക്ഷേ ആശുപത്രിയിൽ നിന്ന് വന്നാൽ പൂർവാധികം ശക്തിയോടുകൂടി ആ ഭക്ഷണം ആർത്തിയോടുകൂടി ആൾ കഴിക്കും. അപ്രകാരമുള്ള വൈരാഗ്യം ആവരുത് നമ്മുടെ ഭക്തി വ്രതങ്ങൾ. ഇന്നത്തെ വ്രതങ്ങൾ അങ്ങനെയാണ്. ആശുപത്രി കിടക്കുന്ന ഒരു രോഗിക്ക് താൽക്കാലികം എന്നോണം അയാൾക്ക് ഭക്ഷണത്തിനോട് വെറുപ്പ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറഞ്ഞ് അടക്കി വെച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് വന്നാൽ ആദ്യം കഴിക്കുന്നത് ഏതായിരിക്കും? അതുപോലെ നമ്മുടെ ഏകാദശി ആദി പ്രധാനുഷ്ഠാനങ്ങളായി തീരുന്നുണ്ട്, കുറുക്കന്റെ ഏകാദശി പോലെയൊക്കെ.
കുറുക്കനെ ഏകാശി മാറ്റാ പാരണയ്ക്ക് കോഴിയായി. ഇതുപോലെ അതാ വരുന്നതാ പറഞ്ഞത്. അപ്പൊ അവിടെ ഉദ്ദേശശുദ്ധിയോടുകൂടി എന്താണ്, യാതൊന്ന് നേടിക്കഴിഞ്ഞാൽ അയാള് നേടേണ്ടത് നേടിയോ തൃപ്തനാകുന്നുവോ, അതാണ് അവിടെ പറഞ്ഞതിനർത്ഥം. എന്താണ്, യാതൊന്ന് അറിഞ്ഞിട്ട് അയാൾ അറിഞ്ഞിട്ട് വേണം, എല്ലാറ്റിനും അറിയണം. അറിയാൻ വേണ്ടിയിട്ട് ഒന്നിനെ അപഗ്രഹിക്കുന്നത് നല്ലതാണ്, അല്ലാതെ വെറുതെ പോയിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഏതാ പറയുന്നത്, താന്ന കാമയമാന നിരോധ രൂപത്വാത്. അത് ആ ഏത് പരമപ്രേമം, ഒന്നാം ആ സൂത്രത്തിന്റെ തുടർച്ച എന്നാണ് ഓരോന്നും പോണത്. സ്വാത്തു അസ്മിൻ പരമപ്രേമരൂപ അമൃതസ്വരൂപാച്ച, അവിടുന്ന് തുടങ്ങി. ഈ ഭക്തി എന്ന് പറയുന്നത് ആരോട് ഉള്ളതാണ്, ലക്ഷ്യത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ്. ഏതാണ് ലക്ഷ്യം, തന്നിൽ നിന്ന് അന്യമല്ല, അനന്യമാണ്. ആരാണത്, എപ്പോഴും നമ്മൾ ആവർത്തിക്കുന്ന മന്ത്രമാണത്. ഏതാണത്, ഞാൻ. അപ്പൊ ആരെ എങ്ങോട്ടാ അടുപ്പിക്കുന്നത്, ശബരിമലയിലുള്ള ശാസിക്കുന്ന ആളല്ലേ അല്ലേ? അങ്ങനെ ശബരിമലയിലുള്ള ഈശ്വരനെയല്ല, ഗുരുവായൂരുള്ള ഈശ്വരനെയല്ല, ദ്വാരകാവാസിൻ എന്ന് വിളിച്ച ദ്വാരകാവാസിനെയല്ല. പിന്നെ ആരെയാണ്, അത് അവിടെയുണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല, ഇവിടെയുമുണ്ട്. അവിടെ ഉണ്ടെങ്കിൽ അത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട് അവിടെയുണ്ട് ഒരേ സമയത്ത് എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയാണെന്ന് അർത്ഥം. അങ്ങനെയുള്ള അതിനെ, അതെന്ന് പറയുമ്പോൾ ഏതാണ് ഏറ്റവും എളുപ്പം, ഏതിനെ മനസ്സിലാക്കാനാ, അവിടെ ഉള്ളതിനെ മനസ്സിലാക്കിയിട്ട് പോരാ. അങ്ങനെയാണോ, അവിടെ ഉള്ളത് മനസ്സിലാക്കി പോന്നാൽ പിന്നെ വേറെയുള്ള സ്ഥലത്ത് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ ഉള്ളതിനെ മനസ്സിലാക്കിയാലോ, പ്രത്യക്ഷമായിട്ട് തൻ്റെ മുന്നിലുള്ളതിനെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതിനെ മനസ്സിലാക്കിയതിന് ശേഷം അപ്പൊ മനസ്സിലായത് അവിടെയുള്ളത് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അന്വേഷിച്ച് പോകാൻ പറ്റുന്നത് ഏതാണ്, സ്ഥൂലദൃഷ്ടിയോട് കൂടിയ ഒരാൾക്ക് അന്വേഷിച്ച് പോകാൻ പറ്റിയ എളുപ്പമാർഗം ഏതെന്ന് ചോദിച്ചാൽ എവിടെയാ, അങ്ങ് ദൂരെയുള്ള ഒരു ഈശ്വരനെ അല്ല, എവിടെയാണ്, തൻ്റെ അടുത്ത് സർവ്വ അകലങ്ങളും നീങ്ങി തന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളെയാണ്, ഈശ്വരനെയാണ്. അതാരാ, തന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ആരാ, താനായി തന്നെ തൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്നത് ആരാണ്, ഞാൻ. അടുത്താണെന്ന് ചോദിച്ചാൽ സ്ഥൂല ശരീരം എന്നുള്ള നിലയ്ക്ക് സ്ഥൂല ശരീരം ഞാനാണെന്ന് അഭിമാനിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ അടുത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാളെ സംബന്ധിച്ച് കൂടി ഏറ്റവും അടുത്തുള്ളത് ആരെന്ന് ചോദിച്ചാൽ ഏതാണ്, എന്നോട് ഏറ്റവും സമീപതയെ പ്രാപിച്ചിരിക്കുന്ന ആ ഈശ്വരനെ. അതേതാണ്, പ്രത്യേകാത്മാ, പ്രത്യക് ഉള്ളിൽ എന്നിൽ ഞാനായി നിലകൊള്ളുന്ന, സർവത്തിലും അതായി നിലകൊള്ളുന്ന, സർവജന്തുക്കളിലും ജീവരൂപേണ അധിവസിക്കുന്ന വിഷ്ണുവിനെ, വേവേസ്തി സർവമിതം വിഷ്ണു. അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായി, ഇത് കാമമായ രൂപത്തോടു കൂടിയതല്ല. കാമം ആഗ്രഹം, ആഗ്രഹം എന്ന് പറയുന്നതാണ് വിഷയങ്ങൾ നേടിയെടുക്കാനുള്ള, അതെനിക്ക് കിട്ടും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും, ഇത് കിട്ടും എന്നുള്ള ഇങ്ങോട്ടുള്ള മറ്റു വസ്തുക്കളെ നേടിയെടുക്കാനല്ല, ആ ത്വരയല്ല ഇവിടെ ഇത്. കാരണം പുറത്ത് ഒന്നിനെ പ്രാപിക്കാനല്ല, നേടിയെടുക്കാനല്ല, ഉള്ളതായതിനെ അറിയലാണ്. അതുകൊണ്ട് അറിഞ്ഞിട്ട് തിരിച്ചറിവാണ്. അങ്ങനെയുള്ള നിരോധ രൂപത്വാത്, രൂപമാകയാൽ ത്യാഗേ നൈകേ അമൃതത്വമാനശു, ത്യാഗം കൊണ്ട് മാത്രമേ ഈ അമൃതസ്വരൂപത്തോടു കൂടിയ എന്നെ അറിയാൻ പറ്റൂ. അപ്പൊ ലക്ഷ്യം ഏതാണ്, തുടക്കവും ഒടുക്കവും ഒന്നാണ്. ഉപക്രമോ ഉപസംഹാരോ, അല്ലേ, അത് ഒന്നായിരിക്കണം. ഉപക്രമോ ഉപസംഹാരോ ഒന്നായിരിക്കണം. അന്വേഷകനും അന്വേഷിക്കുക എന്നുള്ള പ്രക്രിയയും അന്വേഷിച്ച് എത്തിച്ചെടുത്ത് വരുന്ന സ്ഥലവും ഇവിടെ ഒന്നാണ്. ത്രിപുടി നീങ്ങി ധ്യാനിക്കുന്ന ഒരാൾക്ക്, ധ്യാനിക്കുന്ന ഒരു വ്യക്തിയും ധ്യാനം എന്നുള്ള അവസ്ഥയും ധ്യാനിക്കപ്പെടേണ്ട ഒരു വസ്തുവും വേറെയുണ്ട്. ത്രിപുടി നീങ്ങി. പിന്നെ എവിടെയാ, തന്നിൽ താനായി തന്നെ അറിഞ്ഞു. ഉപനിഷദാദി ശാസ്ത്രങ്ങളെ പഠിച്ചാലും അയാൾ എത്തിച്ചേരുന്നത് എന്താണ്, തന്നിൽ താനാണെന്ന് അറിയുന്നു, തന്നിൽ താനെ അറിയുന്നു, തന്നെ കൊണ്ട് അറിയുന്നു, വേറൊരാളെ കൊണ്ടല്ല. അവസാനം എന്തായി,
അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആറ്റിക്കുറുക്കിയ തലത്തിലേക്ക് അയാൾ എത്തിച്ചേർന്നു. അത് തന്നെയാണ് ഇത്. അതിന് തടസ്സമായി നിൽക്കുന്ന ഏതാണ്? ഞാൻ ഇതല്ല എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതാണെന്ന് ധരിച്ചു. ഒരുപാട് കാലങ്ങളായിട്ട് എൻ്റെ വസ്ത്രം, എൻ്റെ കസേര എന്ന് പറയുമ്പോൾ അതുപോലും എൻ്റെതായി തീരുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ വാച്ച് എന്ന് പറയുന്നത് പോലെ, എന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തു കുറച്ചു കാലം ഞാൻ ഉപയോഗിക്കുന്നതോടുകൂടി അറിയാതെ എൻ്റെതായി തീരുന്നത് പോലെ, എത്രയോ കാലങ്ങളായിട്ട് എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് കോമള വിഗ്രഹ പാലകരായി ഞാൻ കഴിഞ്ഞുകൂടുക, കാമാർത്തികളായിട്ട്. കോമള വിഗ്രഹ പാലകൻ ഇവരുടെ കാമാർത്തികളെ കളയണം. അതുകൊണ്ട് കാമരൂപമല്ല ഈ കോമള വിഗ്രഹം, ഈ മനോഹരമായ ഈ വിഗ്രഹം, ഈ ശരീരം ഏതാണ്? അല്ല, അത് ഞാനാണെന്ന് ഞാൻ ധരിച്ചുപോയി, തെറ്റിദ്ധരിച്ചു. കുറെ കാലമായിട്ട് ഉപയോഗിച്ചതാ, ഇനി മാറ്റാൻ പണിയുണ്ട്. ഇപ്പൊ എന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാനൊരു പുസ്തകത്തിൽ പേരെഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ വേറൊരാൾ എടുത്തിട്ട് അത് എന്റേതാണെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. കുറച്ച് നേരം കൊണ്ട് ഞാനിരുന്ന സീറ്റിൽ വേറൊരാൾ വന്നിരിക്കുമ്പോൾ ആരാ എന്റെ സീറ്റിൽ വന്നിരിക്കുന്നത്? ബസ്സിൽ സീറ്റ് പിടിച്ച പോലെ അല്ലേ? ഒരു കുട വെച്ച് സീറ്റ് പിടിച്ചു, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ദേഷ്യം വരില്ലേ? ഞാനാണ് സീറ്റ് പിടിച്ചത്. ബസ് വാങ്ങിയാൾ എന്ത് പറയും? ഇതെന്റെ, അല്ലെങ്കിൽ എൻ്റെ വീട്, എൻ്റെ ചട്ടി, എൻ്റെ കല, എൻ്റെ വട്ടി, എൻ്റെ കുട്ടി എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെയാണ്. ഇതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് ജന്മാന്തരമായിട്ട് എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചു. അങ്ങനെ മനുഷ്യ രൂപധാരിയായിട്ടും നിരന്തരമായ പ്രക്രിയയിലൂടെ, ബുദ്ധിപരമായ വളർച്ചയിലൂടെ കൂടുതൽ മനുഷ്യത്വത്തിലേക്ക് ഞാൻ എത്തി. അപ്പോഴാണ് ഭക്തിശാസ്ത്രങ്ങളെ പഠിക്കാൻ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോഴാ പറയുന്നത് അതല്ല എന്ന് പഠിക്കണത്. ഇത്രയും കാലം പഠിച്ചതിന് അത് മാറ്റണമെങ്കിൽ എത്ര കാലം വേണ്ടി വരും? എത്രയാണോ അത്ര വേണ്ടി വരും. ആർക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തേ പറ്റൂ? വാസ്തവത്തിൽ ഞാൻ ആ ലക്ഷ്യത്തെ പ്രാപിക്കുന്നത് വരെ ഞാൻ പരിശ്രമിക്കും. ഇവിടെ ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഇവിടെ നിരോധ രൂപത്വാദ് എന്ന് പറയുമ്പോൾ അത് ത്യാഗരൂപമാണെന്ന് പറയുന്ന സമയത്ത് എത്ര കാലം വരെ ഞാൻ ജപിക്കേണ്ടി വരുന്നൊരു ചോദ്യം വരുന്നുണ്ട്. മനസ്സിലായില്ല? എനിക്ക് എന്നോട് പ്രിയം വരണമെങ്കിൽ, സ്നേഹം ഉണ്ടാവണമെങ്കിൽ എത്ര കാലം ഞാൻ ചെയ്യേണ്ടി വരും? എത്ര കാലം ഞാൻ ജപിക്കണം? ചോദ്യമാണ്, പലരും ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ നാമം ജപിച്ച ഏകാഗ്രത പ്രാപിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം ചോദിക്കും. കുട്ടികൾ പൊതുവെ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ അതൊരു ഭാരാണേ, അവിടെ എത്ര കാലം ഞാൻ ജപിക്കേണ്ടി വരും? ചോദ്യം കേട്ടാൽ തന്നെ ജപിക്കണ്ടെന്ന് പറയാനേ തോന്നുന്നു. അതെ, അതുകൊണ്ടത് കൊഴിഞ്ഞു പോകുന്നത് വരെ തൻ്റെ ഇതം മമ, ഇതെൻ്റെ, ഞാൻ ഇവരുടെ എന്നുള്ള, അതല്ലാത്തതിന് അതാണെന്നുള്ള തോന്നിച്ചത് മാറ്റിമറിക്കുന്നത് വരെ ഓരോ വ്യക്തിക്കും വ്യത്യാസമായിരിക്കും. അല്ലേ? 49 അടി അടിച്ചു കഴിഞ്ഞ് അടിക്കാൻ പോയ ആളെ സംബന്ധിച്ച് വന്നിട്ട് ഒറ്റ അടി അടിച്ചാൽ ഒരു പാറ വെട്ടുന്നത് പോലെ അത് കണ്ടിട്ട് മറ്റേ ആൾ ചെയ്തിട്ട് കാര്യമില്ല. അല്ലേ? പാറ വെട്ടിക്കാൻ പോയ അവിടെ പറഞ്ഞില്ലേ? 49 അടി അടിച്ചു കഴിഞ്ഞാൽ ചായ അടിക്കാൻ പോയി, വന്നിട്ട് ഒരൊറ്റ അടിക്ക് അടിക്കുന്നതാണ്. അതിൽ പാറ പിളർന്നു. ഇയാൾ കേമൻ തന്നെയല്ലോ, നല്ല വൈരാഗ്യാണല്ലോ, അല്ലേ? ഇയാൾ ആത്മാന്വേഷണത്തിന് മുന്നേറിയ ആളാണല്ലോ. വേണമെങ്കിൽ അയാളെ നമ്മൾ പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിക്കും. നമ്മളോ? നമ്മുടെ പരിശ്രമം അപ്പോഴും ഞാനതിനൊന്നും പറ്റാം, ഞാനൊരു ദുരാത്മാവ്, മറ്റേയാളൊരു മഹാത്മാവ്. ഇതെനിക്ക് ചോദിച്ച കാര്യമാണ്. എനിക്ക് ലക്ഷ്യബോധമുണ്ട്, പക്ഷെ എത്ര കാലം വരെ? അതിൽ പല കഥകളും പുരാണങ്ങൾ, ഇതിഹാസങ്ങളിലൊക്കെ കാണാൻ പറ്റും. ആലിൽ എത്ര ഇലയുണ്ടോ അത്രയും കാലം നീ വിചാരിച്ചോളല്ലേ? നാരദനോട് പറഞ്ഞത് കേട്ടില്ല? ഋഷിമാരായത് ഇത്രയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്ക് എന്തായി? ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോഴോ അതൊന്നും ഇപ്പൊ പറഞ്ഞിരിക്കുന്നില്ല. എന്തായാലും കഥകളിലൂടെ ഇതിഹാസ പുരാണാഭ്യാം വേദം സമൂഹ പ്രമുഖയേത്, ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് ഈ തത്വത്തെ ഊട്ടിയുറപ്പിക്കുക ചെയ്തത്. അല്ലാതെ കഥകളിൽ രസിച്ചു പോകാനായിരുന്നില്ല, ഈ തത്വത്തെ, ഈ ലക്ഷ്യബോധം ഉറപ്പിക്കാനായിരുന്നു. ഇവിടെ അത് തന്നെയാ പറഞ്ഞത്. നമുക്ക് എന്ത് വേണം? കാമമാവുന്ന രൂപത്തോടു കൂടിയതല്ല. ഏതാണത്? അത് നിരോധ രൂപത്വാത്, ത്യാഗരൂപത്തോടു കൂടിയതാണ്. ത്യാഗം കൊണ്ട് മാത്രമേ, പലതും ഉപേക്ഷിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നേടേണ്ടത് നേടൂ. ഒക്കെ അത് വ്രതത്തിൽ നമുക്ക് ബോധ്യമല്ലേ? അപ്പൊ ഇനി ശബരിമലയ്ക്ക് മാലട്ട ആൾക്കാരോട് ചോദിച്ചാൽ മതി. അല്ല, ഇതിനു മുമ്പ് കയറൂരി വിട്ടപ്പോഴായിരുന്നുവോ അതോ ത്യാഗരൂപം കൊണ്ടാണോ സമാധാനം? സത്യം പറയുന്ന ആളാണെങ്കിൽ പറയും ഇപ്പോഴാണെന്ന്. എന്നാലും അയാൾ ആരാലോ നിയന്ത്രിക്കപ്പെട്ടതുപോലെ വന്നു കഴിഞ്ഞാൽ 4 കാലിലായി. അല്ലെങ്കിൽ പൂർവാധിക ശക്തികളോട് ഇന്ദ്രിയങ്ങളെ, അല്ലേ, നാവിന് വേണ്ടി ഒക്കെ അയാൾ കയറൂരി വിടാൻ തുടങ്ങി. ആരാലോ നിയന്ത്രിക്കും. തൻ്റെ അടുത്ത് അല്ല അയാൾ നിയന്ത്രണം കിടക്കുന്നത്.
അപ്പൊ ഇത് ബോധപൂർവം ഒരു ശ്രമം നമ്മളിൽ ഉണ്ടായാൽ, സ്വയം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി